ഹായ് ഹലോ നമസ്തേ. ഗഫ്ലസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് നമ്മളെ പരിപാടി എന്താണ്, മരണമാസിന്റെ ഒരു ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രൊമോ ഇറങ്ങിയിരുന്നു അല്ലേ, നമ്മൾ റിയേറ്റ് ചെയ്തിരുന്നു. ഇപ്പൊ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ഒരു കോമഡി രീതിക്ക് ബേസിലിന്റെ ഒരു ക്യാരക്ടർ നമുക്ക് നോക്കാം. അങ്ങനെ ആയിരിക്കും, നോക്കാം എന്തായാലും. നമ്മളെ നേരത്തെ റിയാക്ട് ഫേസിന്റെ വേറെ ഡിഫറെന്റ് ക്യാരക്ടർ ആയി കണ്ടിട്ടില്ല ഇങ്ങനെ. മ്യൂസിക് ജാക്കറ്റ് ഇത് മറ്റേ നീരജ് റിപ്പറാ ജീവനെയോ അല്ലാതെ പിടിച്ചു നടന്നപ്പോൾ ഇവരത്ര സീനായി. ഭയങ്കര കളർഫുൾ അല്ലേ പടം. ബേസിലിനാരെ പെടുത്തുന്ന കാരണം ഇവനാണെന്ന് തോന്നുന്നുണ്ട് സൈക്കോ. ചുമ്മാ കോമഡി അല്ല കേട്ടാ, പക്ഷേ നമ്മൾ എന്റർടൈനിങ് ആയിരിക്കും എന്തായാലും. ഞാനിത് കാണാൻ അറിയാം. എനിക്ക് അവനൊരു സംശയം, ആദ്യമേ കഥ പറഞ്ഞു തുടങ്ങിയില്ലേ, അവനെനിക്ക് നല്ല സംശയമുണ്ട്. ശിവപ്രസാദ് അതൊക്കെ കൊള്ളാൻ കേട്ടോ. ഇവന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ കൂടെ ഇങ്ങനെ ഇറക്കണം എന്ന് പറഞ്ഞ് ട്രെയിലർ ഇന്ന് ഇറക്കി കാണുന്നു. ഇതിലിപ്പോ എനിക്ക് പറയാനുള്ളത്, ഈ ബേസിലിന്റെ വീടൊക്കെ നീ ശ്രദ്ധിച്ച, നമ്മൾ സാധാരണ ഒരു ദാരിദ്ര്യം ഉള്ള ആളുടെ വീട് പോലത്തെ ഇത് പൂശിയിട്ടൊന്നും ഇല്ല. പക്ഷെ മറ്റേ ഇത് അവന്റെ നമ്മള് കണ്ണാപ്പി മോരെന്നൊക്കെ പറയില്ല, ആ സാധനമൊക്കെ അടിച്ച് ഇങ്ങനെ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് ചെറുപ്പക്കാർ. വേറൊരു കാര്യം, വന്നവരെല്ലാവരും ഇതിനു മുമ്പ് അങ്ങനത്തെ ലുക്കി വന്നിട്ടില്ല. അത് തന്നെ, ഒരു എല്ലാരും പുതിയ പുതിയ ക്യാരക്ടർ. ഇങ്ങനെ ഒരു ബസ് കണ്ടക്ടർ സുമേഷ് അതിനകത്തായാലും ഒരു ലുക്കില് വന്നിട്ടില്ല. എല്ലാരും ഡിഫറെന്റ്. എന്തായാലും നമുക്ക് ഫുള്ളായിട്ട് ഇത് ഒരു അത്ഭുതം പോലെ തോന്നും അവിടെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. മറ്റേ മീനിനെ കൊണ്ടിട്ട് അത് നീ കണ്ടായിരുന്നു? കണ്ട് 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 അതൊക്കെ അടുത്ത പ്രശ്നമാവോ എന്തോ. ഡയലോഗ് കേട്ടാ നീ? ഡയലോഗ് ശ്രദ്ധിച്ചില്ല. അമ്പലക്കുളത്തിൽ കൊണ്ട് ഒതുക്കി വരെയാണ് അടുത്തോട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ബേസിലിന്റെ ക്യാരക്ടർ, ഈ നമ്മളില് ടൊവിനോ ഇതില് തല്ലിമാലയില് പൊളിക്കുമല്ലോ, അതുപോലെ ഉണ്ട് ബേസിലിന്റെ ക്യാരക്ടർ. ഇങ്ങനെ ഫുള്ളായിട്ട് മറ്റേ ഇത് കണ്ടില്ലായിരുന്നു, അവന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു റീല് പോലെ ഒരു സാധനമൊക്കെ ഇങ്ങനെയൊക്കെ ആക്കി പോണത്. അങ്ങനത്തെ ഫുള്ള് ബേസിൽ മിക്കവാറും ഒരു എന്താണ് ഇങ്ങനെയൊക്കെ ഷോ ഉണ്ടെങ്കിലോ ചിലപ്പോ ഒരു പാവം ക്യാരക്ടർ ആയിരിക്കും. അപ്പൊ ഇവൻ ആരെങ്കിലും പെടുത്തുന്നതായിരിക്കും, അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരിക്കും. പിന്നെ ഇപ്പൊ 2K കിഡ്സ് എന്നൊക്കെ പറഞ്ഞു കിടക്കൂലേ, കളിയാക്കൂലേ നമ്മൾ, അങ്ങനെ ആ ഒരു സ്വഭാവത്തിലുള്ളൊരു ആള് തന്നെ കാണുമ്പോഴേ അറിയാം നമുക്ക്. എന്തായാലും നമുക്ക് ഈ 2K കിഡ്സിന് എന്തായാലും ഈ പടം ഇഷ്ടപ്പെടുമെന്നാണ് എന്റെ ഒരു ഊക്കും. പക്ഷെ ഇതിനകത്ത് ചിലപ്പോ വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും വിഷയം സംസാരിക്കുമായിരിക്കും. വെറുതെ ഒരു ചളവാണെന്ന് തോന്നല്ലേ, എന്തോ പ്രധാനപ്പെട്ട ഒരു കഥ ഉണ്ട്. പക്ഷെ ബേസിൽ നമ്മൾ കാണാൻ പോലത്തെ ഒരു ബേസിലായിരിക്കും, അങ്ങനെയായിരിക്കും. ഇപ്പൊ 10-ാം തീയതിയാണ്, ഏപ്രിൽ 10-ാം തീയതിയാണ്. ഇന്നത്ര ഇന്നൊന്നല്ലേ? ഇനി 9 ദിവസം. ഇന്ന് ഏപ്രിൽ ഫുള്ളായിരുന്നു. ആരെങ്കിലും ഫുള്ള് ചെയ്ത തന്നെ. ഇപ്പം ഏപ്രിൽ 10-നാണ് ഇപ്പൊ ആലപ്പുഴ ഫുൾ ചെയ്ത്. ഇത് മരണമാസം ട്രെയിലർ അല്ല, ഇത് ബസൂക്കയുടെ കൂടെ ഇറങ്ങണത്. ആലപ്പുഴ ഇങ്ങനെ 10-ാം തീയതിയാണോ? ആലപ്പുഴയും 10-ാം തീയതിയാണെന്ന് തോന്നുന്നു. അറിഞ്ഞൂടെ, എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ.
ഇപ്പം ക്ലാഷ് എല്ലാ ട്രെയിലർ കണ്ടപ്പോഴാണ് എല്ലാം ഒന്നിനൊന്ന് ഡിഫറെന്റ് പടങ്ങളാണ്. അതിന് Different genre ആണ്. അത് പോയി കാണുമെന്നാണ് എന്തായാലും. അപ്പൊ ഇനി നമുക്ക് എന്താണ് അടുത്തൊരു പുതിയ ഒരു ട്രെയിലർ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരും. Until then, like it.